മൻ ആല സലാസ ബനാത്ത് വജബത് ലഹുൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പെൺമക്കൾ ഒരാൾക്കുണ്ടാവുകയും ആ മക്കളെ ഒരാൾ നല്ലപോലെ പോറ്റുകയും പഠിപ്പിക്കുകയും ചെയ്താൽ, ആ കുട്ടിയെ ഒരു നിലയിലെത്തിച്ചാൽ വജബത് ലഹുൽ ജന്ന, അത് മതിയടോ നിനക്ക് സ്വർഗം കിട്ടാനെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികളുടെ അഭിമാനമാണ്, അന്തസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ ആരെങ്കിലും റബ്ബായി ഇഷ്ടപ്പെട്ടാൽ, റബ്ബായി തൃപ്തിപ്പെട്ടാൽ, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ഒരാൾ ദീനായും അംഗീകരിച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ, തൃപ്തിപ്പെട്ടാൽ, വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായും ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അയാൾ ഈമാന്റെ മാധുര്യം. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله العظيم. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ്, പരമകാരുണികനായ അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ രുചി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഭക്ഷണത്തിന് ടേസ്റ്റ് വേണം. രസമുള്ള ഭക്ഷണമേ നമ്മൾ കഴിക്കാറുള്ളൂ. രസമില്ലെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെക്കും. ഈ രുചി എന്ന് പറയുന്നത് പിന്നെ കയ്പ്പ് രുചിയാണ്. കയ്പ്പ്, ചില ആളുകൾക്ക് കയ്പക്ക പോലുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. പുളിപ്പ്, കയ്പ്പ്, എരിവ്, അങ്ങനെ പല രുചികളുമുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരവും പിന്നെ നാവിലൂടെയാണ് ഈ രുചി നമുക്ക് കിട്ടുക. എന്നാൽ ഇതല്ലാത്ത ചില രുചികളുണ്ട്. നാവിൻ്റെ അല്ലാത്ത, ശരീരത്തിൻ്റെതല്ലാത്ത, മനസ്സിന് കിട്ടുന്ന ചില ടേസ്റ്റ് ഉണ്ട്, ആനന്ദങ്ങളുണ്ട് അല്ലേ? ചില മനസ്സിൻ്റെ ചില ടേസ്റ്റ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ചില താരങ്ങളെ കാണുമ്പോൾ, ചില കളിക്കാരൊക്കെ കാണുമ്പോൾ, ചില സ്റ്റാറുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷം ഉണ്ടാവും. അവരെക്കുറിച്ച് പറയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടാവും. അവരെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു പ്ലെയറെ പേര് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ചെക്കന്മാരൊക്കെ ഉണ്ട് കൂടുതൽ ശ്രദ്ധിക്കും. കാരണം അവരിഷ്ടപ്പെട്ട വിഷയമാണത്. അങ്ങനെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നാൽ സത്യവിശ്വാസികളായ നമുക്ക്, സത്യവിശ്വാസിന് എന്താ നമ്മൾ പറയുക, ഈമാൻ എന്നല്ല പറയുക, ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പം രുചി അറിയാത്ത ആളുകൾ ഇനി എത്ര പഞ്ചസാര വായിൽ വെച്ചിട്ടും കാര്യമില്ല. ചില ആളുകൾക്ക് രുചി കിട്ടില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതൊരു അസുഖമാണ്. ചില ആക്സിഡൻറ്റുകൾ മറ്റൊക്കെ സംഭവിച്ച് രുചി നഷ്ടപ്പെട്ട ആളുകളുണ്ട്, സ്മെല്ല് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് സ്മെല്ല് എന്താണെന്ന് അറിയില്ല. രുചി, പഞ്ചസാരക്ക് മധുരം ഉണ്ടെന്ന് പറയല്ലാതെ അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ്, ഒരു മാധുര്യമുണ്ട്, ഒരു ആനന്ദമുണ്ട്, ഒരു രസമുണ്ട് ഈമാനിന്. അതെങ്ങനെ കിട്ടും? അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക തുഅമൽ ഈമാൻ, ഈമാനിൻ്റെ ഹലാവത്ത്, ഈമാനിൻ്റെ മാധുര്യം, ഈമാനിൻ്റെ ടേസ്റ്റ് അനുഭവിക്കും ചില ആളുകൾ. 3 കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. 3 കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചാൽ, ആ 3 കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയും.
പിന്നെ അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വേറെ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ പങ്കെടുത്ത് നിരന്തരമായി നമ്മളത് നേടിയെടുക്കണം. ഇത് കേട്ടുകൊണ്ട് മാത്രം കൊണ്ട് എല്ലാം സാധിച്ചോളണമെന്നില്ല. 3 കാര്യങ്ങളിൽ ഒരാളിൽ ഉണ്ടെങ്കിൽ ഈമാൻ, അയാൾക്ക് അതിൻ്റെ മാധുര്യം, അതിൻ്റെ രുചി, അതിൻ്റെ ഈമാനിൻ്റെ ടേസ്റ്റ് അനുഭവിക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈമാൻ എവിടെയാണ്? കൽബിലല്ലേ? ഇവിടെയാണല്ലേ ഈമാന്. ഈമാന് കൈമലോ കാലുമലോ കണ്ണുമലോ ഒന്നും അല്ലല്ലോ. കയ്യിലൂടെയും കാലിലൂടെയും കണ്ണിലൂടെയൊക്കെ ഈമാൻ ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരും. അതിനാണ് ഇസ്ലാം എന്ന് പറയുക. പക്ഷെ ഈമാൻ ഇവിടെയാണ്. കൽബിൽ അതിൻ്റെ ഒരു ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ, ചില വേദനകൾ, നമ്മുടെ കൈ വേദനിക്കുന്നു, കണ്ണ് വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, അതിനേക്കാൾ വേദന ചിലപ്പോൾ മനസ്സിലുണ്ടാവും. ചിലപ്പോഴല്ല, മനസ്സ് വേദനിപ്പിച്ചാൽ അത് ഭയങ്കര വേദന തന്നെയാണ്. സന്തോഷം അങ്ങനെ തന്നെ, മനസ്സിലല്ലേ. അപ്പം ഈ കൽബിൽ നമ്മുടെ ഈമാൻ ശരിക്കും ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ട്, അത് അനുഭവിക്കാൻ കഴിയും. അതിന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങൾ നന്നായി മനഃപ്പാഠമാക്കി മനസ്സിൽ ഉറപ്പിച്ച് എന്നിട്ട് വേണം നമുക്ക് ജുമുഅയിൽ പിരിഞ്ഞു പോകാൻ. അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈമാൻ്റെ മാധുര്യത്തിൻ്റെ 3 കാര്യങ്ങളാണല്ലോ കേട്ടത്, അത് ഞാൻ നിങ്ങളെന്ത് ചെയ്യണം? അടുത്ത വെള്ളിയാഴ്ച വരെ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടാനുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതാണ് 3 കാര്യങ്ങൾ? മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ ആരെങ്കിലും റബ്ബായി ഇഷ്ടപ്പെട്ടാൽ, റബ്ബായി തൃപ്തിപ്പെട്ടാൽ, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ഒരാൾ ദീനായും അംഗീകരിച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ, തൃപ്തിപ്പെട്ടാൽ, വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായും ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അയാൾ ഈമാൻ്റെ മാധുര്യം അനുഭവിച്ചു എന്നാ. എന്താ നമ്മളൊക്കെ അള്ളാഹിനെയും പിന്നെ റസൂലിനെയും ദീനിനൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളല്ലേ. എന്നിട്ട് എത്ര അളവിൽ നമുക്ക് അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ചെറുതായി വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കൂ, റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടണം. അള്ളാഹുവായി തൃപ്തിപ്പെട്ടാൽ പോരാ. നമ്മളൊക്കെ അള്ളാഹുവായിട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ അർത്ഥം കൊടുക്കുന്നത്? ദൈവം, ഈശ്വരൻ, പടച്ചോന്, തമ്പുരാൻ, അങ്ങനെ ഒരു പടച്ചോനുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് പോരാ. അള്ളാഹുവിനെ അള്ളാഹുവായി തൃപ്തിപ്പെട്ടാൽ പോരാ, പിന്നെ എന്താകണം? റബ്ബാക്കണം. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിപാലകൻ. ഓരോ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാണ് റബ്ബ് എന്ന് പറയുക. നമ്മൾ അർബാബില്ലേ, ഗൾഫിലൊക്കെ അർബാബില്ലേ? അർബാബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ റബ്ബ് എന്നതിൻ്റെ പ്ലൂറലാണ്, ബഹുവചനമാണ് അർബാബ്. മൂപ്പര് നമ്മളെ റബ്ബാണ് ഭാഷാർത്ഥത്തിൽ. കാരണം മൂപ്പരാണ് ഞാനിവിടെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, എനിക്ക് എവിടെ പോകണ്ട എന്നൊക്കെ മൂപ്പര് പാസ്സാക്കി തരണം. അങ്ങനെയാണ് ഭാഷാപരമായി അർബാബ് എന്ന് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിനെ റബ്ബായി ഖുറാനിൽ ബിസ്മി കഴിഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞെന്താ അറിയോ? ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു ആകണം എൻ്റെ റബ്ബ്. എൻ്റെ ജീവിതത്തിൽ എന്തു വേണം, എന്തു വേണ്ട, എങ്ങനെ വേണം, എങ്ങനെ വേണ്ട, ഈ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കാനും ഞാൻ പടച്ചോ മതിയെന്ന് എനിക്ക് പൊരുത്താണ്, എനിക്ക് തൃപ്തിയാണ്. എനിക്കതിലൊരു സംശയമില്ല. കാരണം അവനാണ് എൻ്റെ റബ്ബ്. അങ്ങനെ ജീവിതത്തിൽ സമ്പൂർണമായി അള്ളാഹുവിനെ ഒരാൾ റബ്ബായി ഇഷ്ടപ്പെട്ടാൽ, റളീത്തു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടണം, പൊരുത്തപ്പെടണം, തൃപ്തിപ്പെടണം. ഈ നിക്കാഹിൻ്റെ സമയത്ത് ഇനി പുതിയാപ്പിള പറയും ഖബിൽതു നിക്കാഹഹ വ തസ്വീജഹ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന വാക്ക് നിർബന്ധമൊന്നുമില്ല, എങ്കിലും പറയും വ റളീതു ബിഹി, ഞാൻ അതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി പറയും. അത് നല്ലതാണ്. അങ്ങനെ പറയാൻ നിർബന്ധമൊന്നുമില്ലെങ്കിൽ പോലും റളീതു അംഗീകരിച്ചാൽ പോരാ. പടച്ചോനുണ്ടെന്ന് അംഗീകരിച്ചാൽ പോരാ, നമ്മളൊക്കെ അംഗീകരിച്ച ആളുകളാണ്. പക്ഷെ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് ഞാൻ തൃപ്തിപ്പെടുന്നു. അപ്പോൾ പിന്നെ ആ റബ്ബിൻ്റെ ഇഷ്ടങ്ങളെ നമ്മുടെ ഇഷ്ടമാകാൻ പാടുള്ളൂ. എൻ്റെ റബ്ബാണ്. ഇത് അംഗീകരിക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടാ.
നന്നായി ശ്രദ്ധിക്കുക. ഇതെല്ലാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇത് അംഗീകരിച്ചോളണം, അംഗീകരിക്കാത്തവരൊക്കെ തീവ്രവാദികൾ എന്നൊരു ഷാഠ്യമില്ല ഇസ്ലാമിൽ. ഫമൻ ശാഅ ഫൽയുമിൻ, വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശ്വസിക്കാം. വമൻ ശാഅ ഫൽയക്ഫുർ, ഇനി ഒരാൾക്ക് തോന്നുന്നത് ഇതൊക്കെ നിഷേധിക്കാം എന്നാണെങ്കിൽ അതിനും സ്വാതന്ത്ര്യം പടച്ചോൻ തന്നിട്ടുണ്ട്, ദുനിയാവിൽ മാത്രം. പക്ഷെ പരലോകത്ത് വേറെയാണ് കഥ. ദുനിയാവിൽ എത്രയോ ആളുകൾ പിന്നെ കാഫറായിട്ട് നിഷേധിയായിട്ട് അള്ളാഹ് അവരെ പിടിച്ചോ. അപ്പൊ ഇനി പടച്ചോൻ, അപ്പൊ ഈ ഒരാൾ അള്ളാഹിനെ അംഗീകരിച്ചാൽ, റബ്ബായി തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പടച്ചോന്റെ തീരുമാനങ്ങളാണ് എൻ്റെ തീരുമാനങ്ങൾ. അപ്പൊ പിന്നെ മൈ ബോഡി മൈ ചോയ്സ് എന്നൊരു കുട്ടിയും പറയില്ല. എൻ്റെ ശരീരം ഞാൻ നോക്കിക്കോളാം എന്നല്ലേ ഇപ്പൊ മക്കൾ പറയുന്നത്. ലിബറലിസത്തിന്റെ കടന്നുകയറ്റം നമ്മുടെ അടുക്കളയിൽ വരെ എത്തിയിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള മുഴുവൻ കാര്യങ്ങളെയും വളരെ വിശദമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു ദീനാണ് ഇസ്ലാം. അന്താരാഷ്ട്രക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം അടുക്കള കൈകാര്യം ചെയ്യാം. അടുക്കളയിൽ വരെ ലിബറലിസത്തിന്റെ സ്വാധീനം എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ ചോദിക്കുന്നത്, എന്തപ്പോൾ അവനക്ക് ഷെയ്ക്കൻഡ് കൊടുത്താൽ തകരാറ്, അവൻ എൻ്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴോ? വിവരമില്ലാഞ്ഞിട്ടാണ്. ഇസ്ലാം എന്താണെന്ന് അറിയാഞ്ഞിട്ടാണ്. അത് പഠിപ്പിക്കേണ്ട ബാധ്യത മഹല്ലിൻ്റെ ഉത്തരവാദപ്പെട്ടവർക്കുണ്ട്, അവിടുത്തെ ഇമാമുമാർക്കും ഖത്തീബുമാർക്കുമുണ്ട്, ഉലമാക്കൾക്കും ഉമറാക്കൾക്കുമുണ്ട്, രക്ഷിതാക്കൾക്കുമുണ്ട്. അത് മക്കളെ പഠിപ്പിക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ദീനാണ്, അതിലേക്ക് വരാം. അപ്പോൾ അള്ളാഹുവിന് നമ്മൾ ഒരു ക്ലബിൽ ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ, ഇന്ന ക്ലബിൽ ഇവിടെ ആലത്തൂരിൽ ഇങ്ങനെ ഒരു ക്ലബ്ബുണ്ട്, ആ ക്ലബിൽ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുത്താൽ മതി. പക്ഷെ ആ ക്ലബിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ ആ ക്ലബിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ മെമ്പർമാരും ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് പാലിക്കണമെന്ന് പറഞ്ഞാൽ പാലിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അവൻ എന്തു മെമ്പറ? ക്ലബിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ? ഇസ്ലാമിൽ ഒരാൾ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ജീവിതം മുഴുവനും നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കണം, മുഴുവനും ഇസ്ലാമായിരിക്കണം, നിങ്ങൾ ഇസ്ലാമിൽ മുഴുവനായി പ്രവേശിക്കണം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എങ്കിലേ അയാൾ മുസ്ലിം ആവുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ ഒരാൾ റബ്ബായി തൃപ്തിപ്പെടാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ഒരാൾ ദീനായും തൃപ്തിപ്പെടണം. ഇതെന്താ ബന്ധം എന്നറിയോ? അല്ല റബ്ബായില്ലേ, റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വെറും കേവല തിയറിയാണോ ഇസ്ലാം? അല്ല, പ്രാക്ടിക്കലാണ്. കുറെ സിദ്ധാന്തങ്ങൾ ലോകത്തോട് പറയല്ല അല്ല ചെയ്തിട്ടുള്ളത്. ഇതാ നിങ്ങൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്. ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ ജീവിത ദർശനം. ഒരുപാട് അർത്ഥങ്ങളുണ്ട് ദീനിന്. മതം എന്നത് അതിൻ്റെ വളരെ ചെറിയൊരു അർത്ഥം മാത്രമാണ്. ജീവിത ദർശനം എന്നതാണ് ദീൻ. ഒരാൾ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ കരയണം, ഇങ്ങനെയൊക്കെ ഇസ്ലാം പറയുന്നുണ്ടോ? ഉണ്ട്. നടത്തത്തെക്കുറിച്ച് പറയുന്നു പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ. ചിരിയെക്കുറിച്ച് പറയുന്നു പരിശുദ്ധ ഖുർആൻ. കിടത്തത്തെക്കുറിച്ച് പറയുന്നു പരിശുദ്ധ ഖുർആൻ. ഇതിനൊക്കെ ആയത്തുകളുണ്ട്. ഇതെല്ലാം ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി പഠിപ്പിച്ചിട്ടുള്ള ദീനാണ് ഇസ്ലാം. ആ ഇസ്ലാം മതി എനിക്ക്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏത് വസ്ത്രം ധരിക്കണം ഞാൻ തീരുമാനിക്കല്ല. ആരാണ് എൻ്റെ റബ്ബ്, ആ റബ്ബ് ഏത് ജീവിത രീതിയാണ് എനിക്ക് തന്നിട്ടുള്ളത്, ആ ദീനനുസരിച്ച് ഞാൻ വസ്ത്രം ധരിക്കും. അതെന്തപ്പം ഞാൻ തലയിൽ തട്ടിട്ടില്ല എന്ന് എന്താ കുഴപ്പം എന്ന് ഇത് പഠിച്ച ഒരു കുട്ടിയും ചോദിക്കത്തില്ല. അങ്ങനെ ഒരു അവസരം പിന്നെ അവിടെ ഉണ്ടാവില്ല. ഞാൻ എന്ത് ധരിക്കണം, ഞാൻ എന്ത് കഴിക്കണം. ചില ആളുകളുണ്ട്, കല്യാണങ്ങൾ, നമ്മുടെ പല വിവാഹങ്ങളും പരിധി വിട്ട് പോകാറില്ലേ? എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടൊക്കെ അതിൽ വളരെ എന്താ പറയുക, ആ പരിധി വിടുന്നതിലൊക്കെ വലിയ സൂക്ഷിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അള്ളാഹു നമ്മുടെ നാടിനെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും പരിധി വിട്ടുകൂടാ. കാശ് അവിടെ കിട്ടുമ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, യഖൂലു അഹ്ലക്തു മാലൽ ലുബദാ. ഇങ്ങനെ അഹങ്കരിച്ച് പറയും, കാശൊക്കെ എനിക്കൊരു പുല്ലാണ്, അതൊക്കെ ഞാനിങ്ങനെ എറിയും. അഹ്ലക്തു, ഞാൻ എത്രയാണോ നശിപ്പിച്ചത്, മാലൻ, സമ്പത്ത്, കാശൊന്നും എനിക്കൊന്നുമല്ല.
അയഹ്സബു അല്ലം യറഹു അഹദ്, അവനെ ആരും കാണുന്നില്ല, അവനെ ആരും നോക്കുന്നില്ല, അവൻ ആരുടെയും ദൃഷ്ടിയിൽ പെടുന്നില്ല എന്നവന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരമൊന്നും വേണ്ടട്ടാ, പടച്ചോൻ പിടിക്കും. അപ്പൊ നമ്മുടെ കല്യാണം എങ്ങനെ നടക്കണം? ദീനിൽ വ്യവസ്ഥയുണ്ട്. അതിപ്പോ എന്തിനാ പടച്ചോൻ പറയുന്നത് എന്ന് ചോദിക്കുന്നവൻ ദീൻ എന്താന്ന് പഠിക്കാത്തവനാണ്. അപ്പൊ അള്ളാഹുവിനെ റബ്ബായി ഒരാൾ തൃപ്തിപ്പെട്ടാൽ, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി ഒരാൾ തൃപ്തിപ്പെട്ടാൽ, ഇത് ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നത്, അള്ളാഹു ആണ് റബ്ബ്, അള്ളാഹു ആണ് എൻ്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കേണ്ട പടച്ചോനാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ചില ആളുകൾ പറയും പടച്ചോന് പിന്നെ അത് വിധി, എന്താ ചെയ്യുക, അള്ളാഹുടെ വിധിയല്ലേ, അപ്പൊ അള്ളാഹുടെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കും. ഈ വണ്ടി വാങ്ങിച്ച സമയത്തോ അത് പടച്ചോൻ തന്നതാണ് അതൊന്നും ഓർമ്മ ഉണ്ടാകൂല. ഞാൻ 10-20 വർഷം ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്. അവിടെ റബ്ബില്ല. മക്കള് ക്ലച്ച് പിടിച്ചില്ല, മക്കളൊന്ന് നേരാകാൻ വേണ്ടി ദുആ ചെയ്യ് ഉസ്താദേ, അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിന് ദുആ ചെയ് എന്ന് പറയുന്ന രക്ഷിതാക്കളെ, നിങ്ങൾ ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പ്രസവ വാർത്ത അറിഞ്ഞപ്പോൾ, ആ പ്രസവം എടുത്തു കൊണ്ട് ഒരു പെൺകുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ എന്താ മനസ്സിൽ തോന്നിയത്? അൽഹംദുലില്ലാ. ചില ആളുകൾ പറയും പെൺകുട്ടികളൊക്കെ ഉള്ള, എനിക്ക് 3 പെൺകുട്ടികളാ, അപ്പൊ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പലരും പറയും അൽഹംദുലില്ലാ ഖൈറല്ലേ, അല്ലാഹ് സ്വർഗം കിട്ടിയെന്നൊക്കെ. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. മൻ ആല സലാസ ബനാത് വജബത് ലഹുൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പെൺമക്കൾ ഒരാൾക്കുണ്ടാവുകയും ആ മക്കളെ ഒരാൾ നല്ലപോലെ പോറ്റുകയും പഠിപ്പിക്കുകയും ചെയ്താൽ, ആ കുട്ടിയെ ഒരു നിലയിലെത്തിച്ചാൽ വജബത്ത് ലഹുൽ ജന്ന, അത് മതിയടോ നിനക്ക് സ്വർഗം കിട്ടാനെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികൾ അഭിമാനമാണ്, അന്തസ്സാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണോ? ഉള്ളിൻ്റെ ഉള്ളിൽ 4 പെൺകുട്ടിയെ പ്രസവിച്ചപ്പോൾ ഭാര്യയെ ത്വലാക്ക് ചൊല്ലിയ ആളുകളുണ്ട്. അപ്പൊ അതൊരു അനിഷ്ടത്തോടു കൂടി സ്വീകരിച്ചാൽ അന്ന് തീരുമാനമായി. പിന്നെ ഈ കുട്ടിക്ക് 19-20 വയസ്സാകുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത്. ഇപ്പൊ റബ്ബിനെ വിളിച്ച് കരയുമ്പോൾ അന്ന് ഈ ഒരു സമ്മാനം തന്നപ്പോൾ റബ്ബിനെ ഓർമ്മയില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണം, എന്ത് നടക്കരുത്, എല്ലാ കാര്യങ്ങളും എൻ്റെ റബ്ബ് തീരുമാനിച്ചാൽ മതി. ഇത് മുസ്ലിങ്ങളോടാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാമിൽ പ്രവേശിച്ച ആളുകൾക്കുള്ള നിയമമാണിത്. അങ്ങനെ റബ്ബെല്ലാം തീരുമാനിക്കുന്നു. ആ റബ്ബിന്റെ തീരുമാനം എവിടെയാണ്? അതിന്റെ പേരാണ് ഇസ്ലാം, ദീൻ. വബിൽ ഇസ്ലാമി ദീന, ദീനിൽ എല്ലാ വിഷയങ്ങളുമുണ്ട്, എല്ലാം ഉണ്ട്. മലമൂത്ര വിസർജനം എങ്ങനെ ചെയ്യണം ഇസ്ലാം പഠിപ്പിച്ചില്ലേ? സാന്ദർഭികമായി പറയട്ടെ, വളരെ സങ്കടം തോന്നും. ആളുകളുണ്ട് പോകുക, നിന്നിങ്ങനെ മൂത്രയിക്കുക. നിന്ന് മൂത്രയിക്കൽ ജായിസാണ്, കറാഹത്തോടു കൂടിയുള്ള ജായിസാണ്. പക്ഷേ അവിടെ ഒരു സുന്നത്താണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്, റസൂലിന്റെ സുന്നത്ത്. അതിൻ്റെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ വേറെ, അത് വേറെ പഠിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമാണ്. പക്ഷെ ഒരു സുന്നത്ത് നിരന്തരമായി ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് പിന്നെ ഈ സുന്നത്ത്? സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്കാനുള്ളതാണോ സുന്നത്തുകൾ? സുന്നത്ത് കൂടി ഉണ്ടാകുമ്പോഴേ, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഉദാഹരണം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറും കറി ഉണ്ടായാൽ ഭക്ഷണമായി അല്ലേ? ചോറും കറി ഉണ്ടായാൽ ഭക്ഷണമായി. ആ ഭക്ഷണത്തിൽ ഉപ്പേരിയുണ്ട്, പപ്പടമുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, അല്ലെങ്കിൽ ആംപ്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ കൂടിയ വിഭവ സമൃദ്ധമായ മനോഹരമായ ഒരു ഭക്ഷണമായി തീരുന്ന പോലെ ഈ സുന്നത്തുകൾ കൂടി ജീവിതത്തിൽ പരിഗണിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ ആ ഒരു സൗന്ദര്യം, ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പം ആരോഗ്യകരമായ ഒന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താ അറിയോ? ഈ ഒരുപാട് രോഗങ്ങൾ ആളുകൾക്ക് വരുന്നുണ്ട്. മുട്ടുമടങ്ങുന്നില്ല ആളുകളെ, ക്ലോസറ്റിൽ ഇരിക്കുന്നില്ല. ഇപ്പോൾ പേഷ്യൻ്റ് ക്ലോസറ്റ് ആണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. ഏതായാലും കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ രോഗിയാവൂലേ, ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്തോ എന്ന് പറഞ്ഞ് പേഷ്യൻറ്റുകൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റുകളാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. മുട്ടുമടങ്ങുന്നില്ല. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ സുജൂദ് ചെയ്യാൻ കഴിയാത്ത, ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നെറ്റി ശിരസ് നിലത്ത് വെച്ചുകൊണ്ട്
തൻ്റെ പിൻഭാഗം, ഏറ്റവും ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭാഗം ഉയർത്തി വെച്ച് അതിനേക്കാൾ താഴെ തൻ്റെ ശിരസ് കൊണ്ടുവച്ചിട്ട് റബ്ബേ ഇനി കുനിയാനില്ലട്ടോ, ഞാൻ ഇത്രയും താഴ്ന്നിട്ടുണ്ട്, സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് പറയാൻ കിട്ടുന്ന ഒരു ഭാഗ്യമുണ്ടല്ലോ, അത് 40-50 വയസ്സാകുമ്പോഴേക്കും നഷ്ടപ്പെടുകയാണ്. മറ്റൊരു വിഷയം. അപ്പൊ സുന്നത്തുകൾ, ഒത്തിരി സുന്നത്തുകൾ ബാത്റൂമില് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. റമദാൻ പോലത്തെ അവസരങ്ങളിലാണ് അത്തരം വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടത്. അപ്പൊ സുന്നത്തുകൾ എല്ലാം അടങ്ങിയതാണ് ദീൻ. ദീനിനെ ഒരാൾ, ഇസ്ലാമിനെ ഒരാൾ എൻ്റെ ദീൻ ഇസ്ലാമാണ് തൃപ്തിപ്പെട്ടാൽ രണ്ട് കാര്യമായി, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായും ഒരാൾ തൃപ്തിപ്പെട്ടാൽ എന്താ ബന്ധം? അള്ളാഹുവാണ് റബ്ബ്, ആ റബ്ബ് തന്ന ദീനാണ് ഇസ്ലാമും. അത് പഠിപ്പിക്കാൻ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്, അത് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച അള്ളാഹുവിൻ്റെ റസൂൽ ആദം അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങോട്ടുണ്ട്. ഇന്നിപ്പോൾ റസൂലല്ലേ ഉള്ളൂ, അല്ലേ? റസൂലിൻ്റെ ശരീഅത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം പറയുന്നത്. അപ്പൊ റസൂലായിരിക്കണം എൻ്റെ റോൾ മോഡൽ. ഇതെല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സക്സസ്ഫുൾ ആക്കി കാണിച്ചു തന്നിട്ടുണ്ട്. കുറെ നേരത്തെ പറഞ്ഞ പോലെ സിദ്ധാന്തങ്ങൾ ഇങ്ങനെ എന്താ എറിയല്ല ചെയ്തത്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റോൾ മോഡലാക്കണം. ഏത് വിഷയത്തിൽ? എല്ലാ വിഷയത്തിലും. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ ഈമാനിൻ്റെ ടേസ്റ്റ്, ഒരു ആനന്ദം, ഒരു സുഖം, ഒരു രുചി അയാൾക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം എന്താ പറയുക, പിന്നെ അതിപ്പം അങ്ങനെ കണ്ട് വേണ എന്ന് ചോദ്യം ചോദിക്കില്ല കുട്ടികൾ. അത്രത്തോളം വേണം. നേരത്തെ പറഞ്ഞതുപോലെ അത്രത്തോളമൊക്കെ വേണം. എന്താ ഇപ്പോൾ ഒരു ഷെയ്ഖനിലൊക്കെ പ്രശ്നം? ഞാനിപ്പോൾ അവനുമായിട്ട് ഒന്ന് ബൈക്കിൽ പോയി എന്ന് കരുതിയിട്ട് എന്താണ് ഇപ്പം തകരാറ് എന്നൊക്കെ ചോദിച്ച് ദീനിൻ്റെ ഓരോ ഭാഗങ്ങളും പതുക്കെ അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഇന്നമൽ മുഅ്മിനൂന, യഥാർത്ഥ വിശ്വാസികൾ ഇവരാണ്. ഇനി പറയാൻ പോകുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അവരോട് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവർ ഹൃദയങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പടപടക്കും. നമുക്കതിങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, അല്ലേ? ചില ആളുകളെ കുറിച്ച് പറയണം, അതിൻ്റെ വലുപ്പം നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ചില പ്ലെയേഴ്സിൻ്റെ പേര് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അള്ളാഹു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചാൽ അവർ ഹൃദയം പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുമല്ലോ, പെട്ടെന്നൊരു തരം എന്തോ ഒരു സാധനം ഉള്ളിലൂടെ ഓടിയതുപോലെ അവർക്ക് അനുഭവപ്പെടും. അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അത് സംഭവിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിന് കുറെ മാറാലകൾ മൂടിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അതിനെ കഴുകി വൃത്തിയാക്കി മാറാലകൾ നീക്കം ചെയ്ത് തിളക്കവും തെളിച്ചവുമുള്ള ഫുഡം ചെയ്യപ്പെട്ട ഈമാനാക്കി മാറ്റണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിനെ കുറിച്ച് കേട്ടാൽ അവർ കരയും, അവരെ ഹൃദയം പൊട്ടും. അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കേൽപ്പിച്ചാൽ, ഞാൻ ഖുർആൻ ഓതുന്നില്ലേ, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചാൽ സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ കൂടും, ആവേശം കൂടും. ചില ആളുകളെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുണ്ടാകുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ കുഴപ്പമല്ല, ആയത്തുകളുടെ കുഴപ്പമല്ല. ഇന്നലെ ബോർഡിൽ എഴുതിയ, ഇന്നലെ കുട്ടികളെ പഠിപ്പിച്ച പല കാര്യങ്ങളും ഇപ്പോൾ ബോർഡിൽ തന്നെ കിടക്കുകയാണ്. അത് മായ്ച്ചു കളയാതെയാണ് അതിൻ്റെ മുകളിൽ പിന്നെയും എഴുതുന്നത്. കുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അതൊക്കെ മായ്ക്കണം. ലാ ഇലാഹ ആദ്യം മായ്ക്കലാണ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. എല്ലാ ഇലാഹുകളെയും, പണത്തെയാണോ ഇലാഹാക്കിയത്? അധികാരത്തെയാണോ ഇലാഹാക്കിയത്? പെണ്ണിനെയാണോ ഇലാഹാക്കിയത്?
എന്തിനെ ഇലാഹാക്കി വെച്ചിട്ടുള്ള ഉള്ളില് ആ ഇലാഹുകളെ മുഴുവനും പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ അള്ളാഹുവിന് സ്ഥാനം കൊടുക്കണം. അപ്പൊ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഇതാണ് നമുക്കറിയാം മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ്. പരിശുദ്ധ ഖുർആനിൽ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതണം. അത്രത്തോളം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ധാരാളം വിഷയങ്ങൾ അതിലുണ്ട്. ആ സൂറത്തുൽ കഹ്ഫില് അൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നുണ്ട്. ഏതാനും ചെറുപ്പക്കാർ, 7ഓളം ചെറുപ്പക്കാർ സ്വേച്ഛാധിപതിയായ അക്രമിയായ ഭരണകൂടത്തിനെതിരെ ഈമാനിന്റെ ശബ്ദത്തോടു കൂടി എഴുന്നേറ്റ് നിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും, തീർച്ചയായും അവർ ഫിത്യത്തുൻ, ഒരു പറ്റം യുവാക്കളായിരുന്നു. ദക്കിയാനൂസ് എന്ന് പറയുന്ന രാജാവ് ഇവരെ മതം മാറാനും വിഗ്രഹാരാധനയിലേക്ക് മടങ്ങാനും നിർബന്ധിച്ചപ്പോ കുറെ ആളുകളൊക്കെ പേടിച്ച് വിറച്ചങ്ങനെ പോയി. കുറച്ച് ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നു, 7ഓളം ചെറുപ്പക്കാർ. ഇന്നഹും ഫിത്യത്തുൻ, എന്താ അവരുടെ പ്രത്യേകത? ആമനു ബിറബ്ബിഹിം, അവര് റബ്ബിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിനെ അവർ റബ്ബായി കണ്ടു എന്നുള്ളതാണ്. ഇന്നഹും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അങ്ങനെ അവരുടെ ഹുദയെ, അവരുടെ ഈമാനിനെ, ആ ഈമാനിന്റെ തെളിച്ചത്തെ നാം അവർ കയറ്റിക്കൊടുത്തു. ഇന്ന് നമ്മുടെ തകരാറ് എന്താണ്? നമുക്ക് സമ്പത്തിന്റെ കുറവാണോ? അല്ല. ധാരാളം പണം മുസ്ലിം സമുദായത്തിനുണ്ട്. ആളുകളുടെ കുറവാണോ? ഇല്ല. അതിശീഘ്രം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം. എത്രയും വേഗം 1-ാം സ്ഥാനത്തേക്ക് ആൾബലത്തിൽ ഇസ്ലാം എത്തും. വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ല. നല്ല വിദ്യാസമ്പന്നരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മദ്രസകളുടെയും പള്ളികളുടെയും കുറവാണോ? അല്ല. മുക്കുമൂലകളിൽ പള്ളികളും മദ്രസകളുമുണ്ട്, ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളുമുണ്ട്. എല്ലാം നമുക്ക് ധാരാളമുണ്ട്. ഒന്നിന്റെ കുറവേ ഉള്ളൂ, ഈമാൻ. ഈമാൻ. നമ്മളിപ്പോൾ കുട്ടികളെ ഹിഫ്ള് പഠിപ്പിക്കുന്നില്ലേ? വളരെ നല്ല കാര്യം. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യം. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇത്രയും കാലം ഹിഫ്ള് പഠിച്ച കുട്ടികളൊക്കെ എവിടെ? ഹിഫ്ള് പഠിക്കുകയും 3, 4, 5 വർഷം അത് സൂക്ഷിക്കുകയും പിന്നെ കൈവിട്ടു പോവുകയും ചെയ്യുന്ന ദുരന്തം എത്ര വലിയ ദുരന്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീടകങ്ങളിൽ ഈമാൻ ഉണ്ടാകണം, ഇസ്ലാം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒളിച്ചോട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പേടിയുമില്ലാതെ ഞാൻ ആരെയോ കുറ്റപ്പെടുത്തുകയോ ആരെയോ സപ്പോർട്ട് ചെയ്യുക അല്ല ചെയ്യുന്നത്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടാതെ, സ്വന്തം കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും നോക്കാതെ വല്ലവളെയും ഇറക്കിക്കൊണ്ടുപോകാനും വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോകാനും ഒരു മടിയുമില്ലാത്ത വിധത്തിൽ പുതിയ തലമുറ ആയിത്തീരുന്നുവെങ്കിൽ അത് ഈമാനിൻ്റെ കുറവ് തന്നെയാണ്. അതിനാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ പരിഹാരം കാണേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിഹാരത്തിനെ നമ്മൾ പഠിക്കുക. ഈ യുവാക്കളുടെ ചരിത്രത്തിൽ അവർക്കല്ലാഹ് അവർ ഉറച്ചു നിന്നു. അല്ലാഹ് പറഞ്ഞു, ഇത് കാമു വറബത്നാ അലാ ഖുലൂബിഹിം, അവർ ഈമാൻ, അജഞ്ചലമായ ഈമാൻ ഈ ഭരണാധികാരിയുടെ മുന്നിൽ ഈ 7 യുവാക്കൾ അസ്ഹാബുൽ കഹ്ഫ് ഉറക്കെ പറഞ്ഞപ്പോൾ വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾക്ക് അല്ലാഹു തആല ഒരു ഉറപ്പ് നൽകി. അവരുടെ മനസ്സുകൾക്ക് അല്ലാഹു തആല ഉറപ്പ് നൽകി. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ റബ്ബ്, എൻ്റെ യജമാനൻ, എൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് ആകാശഭൂമികളുടെ സെട്ടാവായ റബ്ബാണ്, നീയല്ല രാജാവേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരാളെ റബ്ബാക്കാൻ അയാളെ ആരാധിക്കണം എന്നൊന്നുമില്ല. റബ്ബിന്റെ അർത്ഥം ഫിരൗൻക്ക് പോലും മനസ്സിലായി. ഫിരൗന് പോലും റബ്ബിന്റെ അർത്ഥം മനസ്സിലായി. ഫിരൗൻ പറഞ്ഞ എന്താ ആളുകളോട്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്. പടച്ചോനാണെന്നാണോ ഫിരൗൻ പറഞ്ഞത്? പടച്ചോനാണെന്ന വാദം ഫിരൗൻക്ക് പോലും ഇല്ലായിരുന്നു. പടച്ചോനൊക്കെ നിങ്ങൾ വേറെ ആരാധിച്ചോ, പക്ഷെ റബ്ബ് ഞാനാണ്. നിങ്ങൾ എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്, എന്ത് ധരിക്കണം, എന്ന് ധരിക്കരുത്, ഇവിടെ എന്തെല്ലാം നിയമങ്ങൾ വേണം വേണ്ട, അത് ഞാൻ തീരുമാനിച്ചോളും. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം നിയമങ്ങൾ പറ്റും,
എന്തെല്ലാം പറ്റൂല, ഏതെല്ലാം വസ്ത്രം ധരിക്കാം, ഏതെല്ലാം ധരിച്ചുകൂടാ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടുനടപ്പാണെങ്കിൽ, നമ്മുടെ താല്പര്യങ്ങളാണെങ്കിൽ, നിങ്ങൾ താല്പര്യങ്ങളെ അല്ലെങ്കിൽ നാട്ടുനടപ്പുകളെ റബ്ബാക്കി മാറ്റി. അതല്ല മോളെ, അത് പറ്റൂല. പടച്ചോന്റെ തീരുമാനമല്ലേ, അള്ളാഹിന്റെ കിതാബില്ലേ, റസൂലിന്റെ സുന്നത്തില്ലേ, അതല്ലേ നമ്മുടെ ദീന്. ആ ദീനനുസരിച്ചല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് വസ്ത്രം ധരിക്കേണ്ടത് ഇങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിൽ നമ്മുടെ വീടുകളിൽ ഇസ്ലാം ഉണ്ടാകാൻ, വെറും ഇങ്ങനെ ഹുത്തുബ കേട്ട് തരക്കടില്ലായിരുന്നു അല്ലെങ്കിൽ പോരായിരുന്നു എന്ന അഭിപ്രായം പറഞ്ഞു പോയാൽ പോരാ. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് നിരന്തരമായി ദീനിനെ കുറിച്ച് പഠിക്കാൻ ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന് വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദീനിനെ ശരിയാക്കി മനസ്സിലാക്കാനുള്ള മനസ്സിൻ്റെ വിശാലത അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കരുത്തുള്ള ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.